ഞാനിപ്പോൾ ഉള്ളത് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്യാമ്പസിൻ്റെ ഇൻസൈഡ് ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ 1-2 ക്യാമ്പസസ് പോയി വിസിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ അക്കാദമിക് ബ്ലോക്കിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് റിലാക്സിങ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഇതുവഴി വന്നപ്പോൾ നമ്മുടെ മലയാളി സ്റ്റുഡൻ്റ് ആണെന്ന് കണ്ടതുകൊണ്ട് തന്നെ ഹന്നയെ കൂടെ കൂട്ടിയതാണ്. നമുക്ക് ഹന്നയോട് കുറച്ച് എക്സ്പീരിയൻസ് ചോദിക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാം. കറൻ്റ്ലി കുറച്ച് ഇയേഴ്സ് ആയിട്ട് പാരാമെഡിക്കൽ കോഴ്സിൽ ഏറ്റവും എൻക്വയറി വരുന്ന ഒരു കോഴ്സാണ് BSc MIT എന്ന് പറയുന്നത്. BSc MIT എന്ന് പറയുന്നതിലും കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ളത് BSc റേഡിയോളജി എന്നായിരിക്കും നമ്മുടെ സ്റ്റുഡൻസിനല്ലേ. സോ ഹന്ന BSc റേഡിയോളജിക്ക് നമ്മുടെ ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. സോ ഹന്നയുടെ എക്സ്പീരിയൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഹന്ന, ഹായ്. നാട്ടിലെവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കേരളത്തിൽ പാലക്കാട് നിന്നാണ് വരുന്നത്. പാലക്കാട് നിന്നാണ്. എങ്ങനെയാണ് നമ്മുടെ കോളേജിനെ പറ്റിയിട്ട് ഫസ്റ്റ് അറിയുന്നത്? എങ്ങനെയാണ്? ഫസ്റ്റ് ഞാനൊരു കൺസൾട്ടൻസി ഒരു ഏജന്റ് എനിക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു കോളേജ്. അതായത് ഇവിടുത്തെ പഠനകാര്യങ്ങളും എല്ലാതും വളരെ മുന്നിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് ഇവിടെ വന്നത്. ആക്ച്വലി കോളേജ് വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അഡ്മിഷൻ ഏജൻസി ത്രൂ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ. ഇപ്പം ഏത് ഇയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. പഠിച്ചോണ്ട് എങ്ങനെയുണ്ട്? ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ അത് ചോദിക്കാം. ബിക്കോസ് നമ്മളിവിടെ വന്ന സമയത്ത് സ്റ്റുഡൻസിനോട് എല്ലാവരോടും ചോദിക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും നമ്മൾ എല്ലാ ക്യാമ്പസിൽ പോയപ്പോഴും അങ്ങനെയുണ്ട്. ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ക്യാമ്പസിൽ പോയപ്പോഴും എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമായിരുന്നു ഫാക്കൽറ്റി ഭയങ്കര സപ്പോർട്ടീവ് ആണ് കേട്ടോ. സോ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? നമുക്കിവിടെ ഫാക്കൽറ്റീസ് പറയുമ്പോൾ ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും വളരെ നല്ല രീതിക്ക് തന്നെയാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് പോയി ചോദിക്കാം. അതായത് കുറച്ച് പേര് മലയാളീസ് ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ പഠന കാര്യത്തിൽ അല്ലെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ പോലും നമുക്ക് പോയി ചോദിക്കാം. ഒരു ടെൻഷൻ ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ചോദിക്കാം. എല്ലാ ഡൗട്ട്സും അപ്പൊ എനി ടൈം ക്ലിയർ ചെയ്ത് ഇതാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ചോദിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ ബെനിഫിറ്റ് എടുത്ത് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് ഫാക്കൽറ്റീസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഫാക്കൽറ്റീസിനെ പറ്റി ആദ്യം തന്നെ ചോദിച്ചത്. എങ്ങനെയാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ് ടോട്ടൽ നിങ്ങൾക്ക് കാമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണോ? അതെ, നമുക്കിപ്പോ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പീരീഡ് വൈസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമുക്കിവിടെ പ്ലേ ടൈം വരെ ഉണ്ട്. അതായത് കുട്ടികളൊന്നൊരു നല്ല റിലാക്സ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഓവർ സ്ട്രെസ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ മലയാളി സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് ഒത്തിരി കുട്ടികൾ വരുമ്പോൾ പാരൻസിനുള്ള ടെൻഷൻ ആയിരിക്കും സേഫ്റ്റി. പ്രത്യേകിച്ച് ബാംഗ്ലൂർ സിറ്റിയും കൂടിയാണല്ലോ. പാരൻസിനുള്ള ഏറ്റവും വലിയൊരു കൺസേൺ ആയിരിക്കും സേഫ്റ്റി എന്ന് പറയുന്നത്. സേഫ്റ്റി എങ്ങനെയാണ്? നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുമോ? അതോ ഔട്ട്സൈഡേഴ്സിന് എൻ്റർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. അവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊന്ന് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്റർ മുതൽ പ്രിൻസിപ്പളിന്റെ സൈന് വരെ വേണം. നമുക്ക് അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ട്, ഔട്ട് ബുക്ക് പറഞ്ഞിട്ട്. അതിൽ സൈൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു ഫേസ് 1 ഉണ്ടല്ലോ അവിടേക്ക് പോകണമെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ സൈൻ വേണം. അതെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഗേൾസിനൊക്കെ ഇപ്പോൾ നമ്മളിവിടെ എല്ലാവരും ഈ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ വേറൊരു തരത്തിലാണല്ലോ. അപ്പൊ ഇവിടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്കയാണ് ആ കാര്യത്തിലൊക്കെ. പിന്നെ എങ്ങനെയാണ് ഹന്ന ഇവിടുത്തെ ഹോസ്റ്റലൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഹോസ്റ്റലും ക്യാമ്പസ് തന്നെ ഉണ്ടോ? ഉണ്ട്. ഇൻസൈഡ് ക്യാമ്പസ് തന്നെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് പാക്കേജ് ആയിട്ടാണോ പ്രൊവൈഡ് ചെയ്തത്? അതോ ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ആണോ? സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്, പേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പുറത്തും ഹോസ്റ്റൽ എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതിന്റെ മുന്നത്തെ വർഷം വരെ അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഈ വർഷം മുതൽ അങ്ങനെയാണ്. അതായത് ക്യാമ്പസിന് പുറത്ത് ആയിട്ടും അങ്ങനെ ആണെങ്കിലും നമുക്ക് താമസിക്കാം, എടുക്കാനായിട്ട്. പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവുന്നു. അതെ ഉണ്ട്. നമുക്കിപ്പോ എക്സ്റ്റേണൽ ഫാക്കൽറ്റീസ് വരെ, അതായത് ഇപ്പൊ ഈ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, ഈ അനാറ്റമി പോലത്തെ സബ്ജക്റ്റിനൊക്കെ നമുക്ക് പുറത്തുനിന്നും ആൾക്കാരൊക്കെ വരും, ഡോക്ടേഴ്സ് പോലെയൊക്കെ. പിന്നെ നമ്മുടെ പാരന്റ്സിന്റെ ആണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ ആണെങ്കിലും ഒരു കൺസേൺ കൂടിയാണ്, റാഗിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ? റാഗിങ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോ ഈ സീനിയേഴ്സ് ഒക്കെ എങ്ങനെയാവും അങ്ങനെ ഫുൾ കംഫർട്ടബിൾ ആണ്, കമ്പനിയാണ്. അവരിങ്ങനെ നമുക്ക് ഓരോ ഇയറിൽ ഇനി ഇങ്ങനെയാണ് ഉണ്ടാവുക, എക്സാമിന് ഇങ്ങനെ പഠിക്കണം, അങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു റാഗിങ്ങോ അങ്ങനത്തെ യാതൊരു ഇഷ്യൂ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. സോ ഗൈസ്, ഹന്നയുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഞാൻ ഇവിടെ വന്നപ്പോൾ മലയാളി സ്റ്റുഡൻസിന് ഒത്തിരി പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു കുട്ടിയാണ് ഹന്ന. ആളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. പാരാമെഡിക്കൽ കോഴ്സുകൾ ബാംഗ്ലൂർ വന്ന് അഡ്മിഷൻ എടുക്കാൻ പഠിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത്യാവശ്യം നല്ലൊരു ചോയ്സ് ആണ് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതും അഫോർഡബിൾ ആയിട്ടും വിത്ത് സ്കോളർഷിപ്പോടും കൂടി തന്നെ. സോ ഇതിനെക്കുറിച്ച് അഡ്മിഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഫീസ് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക.